ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. 4 സങ്കേത നഗരങ്ങളെ കുറിച്ചുള്ള ചിന്ത നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് 5-ാമത്തെ സങ്കേത നഗരമാണ്. 5-ാമത്തെ സങ്കേത നഗരം രാമോത്താണ്. രാമോത്ത് എന്ന സങ്കേത നഗരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥമായ അർത്ഥം ഉയർന്നത് എന്നാണ്. അതിന്റെ അർത്ഥം രാമോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്നത് എന്നാണ്. ദൈവം തന്റെ ജനത്തെ ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. കർത്താവായ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്വർഗാരോഹണം ചെയ്തതിനു മുന്നമേ തന്റെ ശിഷ്യന്മാരെയും കൊണ്ട് ഉയർന്ന മലയിലേക്ക് കടന്നു ചെന്നു. അവിടെ വെച്ചാണ് താന് സ്വർഗാരോഹണം ചെയ്തതെന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നു. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ യേശു കരമുയർത്തി അവരെ അനുഗ്രഹിപ്പാൻ കാരണമായി തീർന്നു. താണവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നാം ദൈവത്തിൽ വായിക്കുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് ദൈവത്തിൽ പറയുന്ന ഇങ്ങനെയാണ്: യേശു ക്രിസ്തു സ്വർഗ മഹിമകളെ വെടിഞ്ഞു ഈ താണ ലോകത്തിലേക്ക് കടന്നു വരുന്നു. തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി ക്രൂശില മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അതെ മുൻപോട്ട് പോയതുകൊണ്ട് ദൈവമോ അവനെ ഏറ്റവും ഉയർത്തിയെന്ന് കാണാനായി സാധിക്കുന്നു. എവിടെ താഴ്ച വെളിപ്പെടുന്നുവോ അവിടെ ഉയർച്ച നൽകുന്ന ഒരു ദൈവമുണ്ട്. തിരിച്ച് എവിടെ അഹങ്കരിക്കുന്നു, തന്നെത്താൻ ഉയർത്താൻ ആഗ്രഹിക്കുന്നുവോ, റോമാലേഖനത്തിൽ വായിക്കുന്ന പ്രകാരം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്നുവോ അവിടെ താഴ്ച നൽകുന്ന ഒരു ദൈവത്തെയും നമുക്ക് തിരുവനന്തപുരത്തിൽ കാണാനായി സാധിക്കുന്നു. ആവർത്തന പുസ്തകം നാം 28-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാനായി സാധിക്കുന്നു: നീ താഴ്ച പ്രാപിക്കുകയില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. താഴ്ചയിലേക്ക് നമ്മെ നടത്താതെ ഉയർച്ചയിലേക്ക് കരം പിടിച്ച് ഉയർത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കൃപകൾ നമ്മൾ അനുഭവിപ്പാൻ കാരണമായി തീരണം. നമ്മുടെ ഉയർച്ച അത് ആർക്കാണ് ദൈവം ഉയർച്ച നൽകുന്നത്? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ ഈ താഴ്വരയില് യുദ്ധം നടക്കുന്ന വേളകളിൽ പർവ്വതത്തിന്റെ ഉയരത്തിലേക്ക് കയറി ചെന്ന് അവൻ 2 കരങ്ങളെയും ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽപ്പാൻ കാരണമായി. ദൈവദാസനായിരിക്കുന്ന മോശ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കൈക്ക് ഭാരമേറുമ്പോൾ കൈ താഴ്ത്തും. അപ്പോൾ ഇസ്രായേൽ തോൽക്കും, ശത്രുക്കൾ ജയിപ്പാൻ കാരണമായി തീരും. അങ്ങനെ ആയപ്പോൾ ദൈവദാസനായിരിക്കുന്ന മോശയുടെ കരം ഉയർത്തുവാൻ 2 പേര് രംഗത്ത് വരികയും ഒരാള് ഇങ്ങേ വശത്തും മറ്റൊരാൾ മറുവശത്തും ഇരുന്ന് മോശയുടെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു എന്ന് കാണാം. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം: മനുഷ്യരുടെ കരം നമ്മൾ എത്ര ഉയർത്താൻ നോക്കിയാലും ചിലപ്പോൾ താണുപോയിന്ന് വരും. എന്നാൽ നമുക്ക് സന്തോഷിപ്പാനുള്ളത് നമ്മുടെ കർത്താവിന്റെ കരം ഒരിക്കലും താഴുന്ന കരമല്ല, അത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരമാണ്. അതിനായി ഉയർത്തുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. പാട്ടുകാർ ഇങ്ങനെ പാടുന്നുണ്ട്: മാനുഷികമായ കരം താഴുമ്പോൾ താഴാ കരം സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് ദൈവത്തിൽ കാണുവാനായി സാധിക്കുന്നു. നമുക്ക് വേണ്ടി ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്ന കരമായിരിക്കാന് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കാരണമായി തീരണം. ദൈവം നമ്മെ അധമ അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉയർത്തി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തിൽ കാണാനായി സാധിക്കുന്നു. നമ്മുടെ അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തിലല്ല എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ ദൈവം സ്വർഗീയ സന്തോഷം കൊണ്ട് നമ്മെ നിറച്ചു എന്നതിനെ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 107-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു: അവൻ ദരിദ്രനെ ഇടയിൽ നിന്നും ഉയർത്തിയെന്ന് കാണാനായി സാധിക്കുന്നു. 113-ാം സങ്കീർത്തനം 7-ാം വാക്യം വായിക്കുമ്പോൾ അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുന്ന സമയത്ത് ക്രിസ്തു യേശുവിൻ അവനോടുകൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് കാണാനായി സാധിക്കുന്നു. ആ 40-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു: നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ കയറ്റി സ്ഥിരമായ പാറമയിലേക്ക് നമ്മെ കയറ്റുവാൻ കരുണയായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മെ ഉയർത്തിയെടുക്കുന്ന ദൈവകൃപയെ ഓർത്ത് ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കാരണമായി തീരണം. നാം കൊലോസ്യർ 3:1-2 വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരങ്ങളിലുള്ളത് ചിന്തിക്കണമെന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നു. യെശയ്യാപ്രവചനത്തിലേക്ക് കടന്നു വരുന്ന ഈ സമയത്ത് 40-ാം അധ്യായം 31-ാം വാക്യം: അതെ, ബാല്യക്കാർ ഇടറി വീഴും, യൗവനക്കാർ തളർന്നു പോകും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്ന് നമുക്ക് കാണാനായി സാധിക്കും. ഈ ഉയർച്ചയെല്ലാം, ഈ കയറ്റമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും നാം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണ്ടിരിക്കണം. ദൈവത്തിന്റെ കരങ്ങളിൽ താണ്ടിരിക്കുമ്പോൾ നമ്മെ ഉയർത്താൻ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാണ്.
എന്റെ ഉയർച്ച കാണിക്കുവാൻ ഞാൻ മറ്റൊരുവന്റെ തോളിൽ കയറിയിരുന്നുകൊണ്ട് കാര്യമായില്ല. നാം ദൈവകരങ്ങൾ താണിരിക്കുമ്പോൾ നമ്മെ ഉയർത്താൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവത്തെ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ദൈവം നമ്മെ ഉയർത്താൻ ശക്തനാണ്. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പർവ്വതത്തിൽ ഉയരത്തിൽ കയറിയത് ദൈവദാസനായിരിക്കുന്ന മോശയാണ്. 5 പ്രാവശ്യമെങ്കിലും താൻ പർവ്വതത്തിൽ കയറിയതായി നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ആ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയരത്തിലേക്ക് കയറിയത്, മലയിൽ കയറിയത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് കാണാനായി സാധിക്കുന്നു. വേദ പണ്ഡിതന്മാര് ഇവർക്ക് നൽകിയിരിക്കുന്ന പേര് പർവ്വത പുരുഷന്മാരെന്നാണ്. പർവ്വതത്തിൽ കൂടുതൽ കയറിയ 2 വ്യക്തികൾ പഴയ നിയമത്തിൽ ദൈവദാസനായ മോശയും പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവുമായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പർവ്വതം ആത്മീകമായി ഉയർന്ന അനുഭവത്തെ കാണിക്കുകയാണ്. ഒരു ദൈവ പൈതൽ വിശുദ്ധിയുടെ ഉയരത്തിലേക്ക് കയറണം, വിശ്വാസത്തിന്റെ ഉയരത്തിലേക്ക് കയറണം, ഉപവാസത്തിന്റെ ഉയരത്തിലേക്ക് കയറണം, പ്രാർത്ഥനയുടെ ഉയരത്തിലേക്ക് കയറണം, ആരാധനയുടെ ഉയരത്തിലേക്ക് കയറണം, ശുശ്രൂഷ മനോഭാവത്തിന്റെ ഉയരത്തിലേക്ക് കയറണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ഉയർച്ച പ്രാപിപ്പാൻ നാം നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി നമുക്ക് വരമേൽപ്പിക്കാം. കാലാകാലങ്ങളിലായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ട നമ്മെ ഓരോരുത്തരെയും ഉയർത്താൻ ആരും ഒരിക്കലും ഉണ്ടാകുകയില്ല. നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്ന പലരും നമ്മെ ഉയർത്തുമെന്ന് ചിന്തിക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും നമ്മെ ഉയർത്തുന്നവരല്ല. എന്നാൽ ദൈവകരങ്ങളിൽ തന്നെത്താൻ താഴ്ത്തിയിരിക്കുന്ന വ്യക്തിക്ക് തക്ക സമയത്ത് ഉയർത്തിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ട് എന്ന് നാം വിശ്വസിച്ച് സ്തോത്രം ചെയ്യുവാൻ കാരണമായി തീരണം. അതെ, ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരും തന്നെ നമ്മെ ഉയർത്തുകയില്ല. ആരെ നാം അത് മുഖസ്തി പറഞ്ഞാലും ചക്രവാക്ക് പറഞ്ഞ് കയ്യിലെടുക്കാൻ നോക്കിയാലും അവരൊന്നും നമ്മെ ഉയർത്തുകയില്ല. എന്നാൽ നാം ആരെയും മുഖസ്തി പറയുകയോ ചക്രവാക്കോ പറയുകയോ ചെയ്യണ്ട. ദൈവപാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവം ശക്തനായിരിക്കുന്ന ദൈവമാകുന്നു എന്ന് ദൈവ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പർവ്വതത്തിൽ കയറിയ ദൈവദാസനായിരിക്കുന്ന മോശ ഒന്നാമത് കയറിയത് ഹോരേബിലാണ്. അത് അവിചാരിതമായി താൻ കയറിയ ഒരു കയറ്റമായിരുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ, അതായത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായി സാധിക്കുന്നു. എന്തിനു വേണ്ടിയാണ് താൻ അവിടെ കയറിയത്? കത്തുന്ന ഒരു മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല. അതെന്തെന്ന് കാണാനായി താൻ അവിടെ കയറുന്ന രംഗം നമുക്ക് കാണാനായി സാധിക്കുന്നു. ഉടനെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, നീ ഇങ്ങോട്ട് അടുക്കരുത്. ദൈവമക്കൾ ഓർക്കണം, ഇതെന്തിനെയാണ് കാണിക്കുന്നത്? കത്തുന്നു പക്ഷെ വെന്തുപോകുന്നില്ല. ഈ കത്തുന്നു വെന്തുപോകുന്നില്ലെന്ന് പറയുന്ന അനുഭവം ഒന്ന് മോശയുടെ അനുഭവമാണ്. മോശയെ കത്തിച്ചു കളയുവാൻ ചെറുപ്പം മുതൽ ശത്രു അനേക പദ്ധതികൾ ഒരുക്കി. ശിശു സുന്ദരനെന്ന് കണ്ട് അവനെ ഒളിപ്പിച്ചു വെക്കുവാൻ മാതാപിതാക്കന്മാർ ആഗ്രഹിച്ചുവെങ്കിൽ അവനെ തകർത്ത് കളയുവാൻ ശത്രു അനേക പദ്ധതികൾ ചെറുപ്പം മുതൽ ഒരുക്കുവാൻ കാരണമായി തീർന്നു. എന്നാൽ ദൈവദാസനായിരിക്കുന്ന മോശയെ തകർക്കാൻ, കത്തിക്കുവാൻ, ഇല്ലാതാക്കുവാൻ, ചാമ്പലാക്കുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പുരുഷനായിരുന്നു. ഇന്ന് നാം ഒരു കാര്യം ഓർക്കണം. രണ്ടാമതായി അത് ഇസ്രായേലിന്റെ അനുഭവമായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയെ തകർക്കാനായിട്ട് എത്രയോ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അനേകര് അവരെ തകർക്കാനായി ശ്രമിച്ചു. അതെ, വളരെ വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരുന്ന, പഴയമം പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന പല ജാതികളും ഇന്ന് ഭൂമുഖത്തില്ല. എന്നാൽ ഇന്നും ഭൂമുഖത്തുള്ളൊരു ജാതിയാണ് ഇസ്രായേൽ. ഇസ്രായേലിനോട് പോരാടിയ പോരാട്ടം നിസ്സാരമല്ല. നാം ഈ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ ഇസ്രായേലിൽ യുദ്ധം നടക്കുകയാണ്. ശക്തമായ യുദ്ധം നടക്കുന്ന ഒരു സമയമാണ്. എന്തിനെ ഇത് കാണിക്കുന്നു? അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് ആഗ്രഹിച്ച് വ്യാമോഹിച്ച് പദ്ധതിയിടുന്ന അനേക ശക്തികളുണ്ട്. എന്നാൽ അവരെ തോൽപ്പിച്ചു കളയുവാൻ ദൈവം അനുവദിക്കാതെ അവരെ നിലനിർത്തുന്നത് അതേ മുൾപ്പടർപ്പ് കത്തുന്നു പക്ഷെ വെന്തുപോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ മുൾപ്പടർപ്പ് കത്തുന്നു വെന്തുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ, 1 അത് മോശയുടെ അനുഭവമാണ്, 2 അത് ഇസ്രായേലിന്റെ അനുഭവമാണ്, 3 അത് നമ്മുടെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ നിസാരമല്ല, നമ്മെ ചാമ്പലാക്കുവാൻ, നമ്മെ ഇല്ലാതാക്കുവാൻ, നമ്മെ തകർത്ത് കളയുവാൻ, നമ്മെ ദേശത്ത് പറിച്ചു കളയുവാൻ ശ്രമിക്കുന്ന അനേക നിലയിലുള്ള തീയ് അത് കത്തുവാനിടയായി. നമ്മുടെ സ്വന്തക്കാര് കത്തിച്ച തീയ്, നമ്മുടെ അയൽപക്കക്കാര് കത്തിച്ച തീയ്, നമ്മുടെ സ്നേഹിതര് കത്തിച്ച തീയ്, നമ്മുടെ വാരിക്കുന്ന ബന്ധുമിത്രാദികൾ കത്തിച്ച തീയ്, അവയെ ദൈവത്തിന്റെ സ്തോത്രം എന്തെങ്കിലും പറയുന്നു, നമ്മോടൊപ്പം മുട്ടുമടക്കിയ അനേകർ കത്തിച്ച തീയ്. ഈ കത്തിച്ച തീയുടെ മുമ്പിലൊന്നും ചാമ്പലാകാതെ നിർത്തിയ ദൈവകൃപയോർത്ത് നാം ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനൊക്കെ തീരണം.
താന് അമ്മായപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലായിരിക്കുകയാണ്. ആ സമയത്താണ് താന് ഈ ദർശനം കാണുന്നത്. അത് ദർശനമാണെന്ന് പുതിയ നിയമത്തിൽ ദൈവദാസനായ സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ദർശനം കണ്ടപ്പോൾ, ദൈവശബ്ദം കേട്ടപ്പോൾ അവന്റെ അധൈര്യം മാറി, അവൻ ധൈര്യം പ്രാപിച്ചു, ആശ പകർന്നു, അധികാരത്തോടെ, ബലത്തോടെ, പുതിയ കാഴ്ചപ്പാടോടുകൂടെ രംഗത്ത് വരുന്ന രംഗമാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവജനമായ നമ്മുടെ ജീവിതയാത്രയിൽ ഒരു ഹോരേബിന്റെ അനുഭവം ഉണ്ടെങ്കിൽ തികച്ചും ദൈവശക്തി പകർന്ന് നമ്മെ ബലത്തോടെ, പ്രത്യേക ശുശ്രൂഷയ്ക്കായി, പ്രത്യേക അധികാരത്തോടെ, ചൈതന്യം നൽകി അയക്കുന്ന ദൈവകൃപ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കും.